നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച ആട് 3 പാർട്ട് 1 എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വിജയ് ബാബുവും വേണു കുന്നപ്പള്ളിയും ചേർന്നാണ്. ആട് 1ലെയും 2ലെയും കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. ഒരു വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, മാമുക്കോയ, ചെമ്പൻ വിനോദ് ഒന്നും അവരുടെ കഥാപാത്രങ്ങളൊന്നും ഈ സിനിമയിൽ വരുന്നില്ല. അവർ 1ലും 2ലും അവർ ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ ഈ സിനിമയിലേക്ക് വരുന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജാപ്പാർട്ട് കാലഘട്ടം ഇതേ നടന്മാർ തന്നെ മറ്റൊരു പേരിൽ രാജാപ്പാർട്ട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജയസൂര്യയുടെ കഥാപാത്രമാണെങ്കിൽ പന്നിമറ്റത്തിൽ പാപ്പൻ, ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തെയാണല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ മഹാരാജ പത്മനാഭൻ തമ്പുരാൻ എന്ന ഒരു കഥാപാത്രത്തെ കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു രാജാവായിട്ട് ഉള്ള ഒരു പാർട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിനായകനാണെങ്കിലും, വിനായകൻ ദാമോദരൻ ഉണ്ണികൃഷ്ണൻ ഡെൽമാൻ ഇടക്കൊച്ചി എന്ന കഥാപാത്രത്തെയാണല്ലോ അദ്ദേഹം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഡ്യൂഡ് എന്ന കഥാപാത്രത്തെയാണല്ലോ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ സുൽത്താൻ അസം ഖാനായിട്ട് കൂടി വരുന്നുണ്ട്. അതുപോലെ വിജയ് ബാബു ആണെങ്കിലും സർബത്ത് ഷമീർ എന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വറീദ് മാപ്പിള ആർക്കിടെക്റ്റായിട്ട്, ഒരു പാലം പണിയുന്ന ഒരു ആർക്കിടെക്റ്റായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. സൈജു കുറുപ്പ് ആണെങ്കിൽ അറക്കലബു എന്ന കഥാപാത്രത്തെ കൂടാതെ പടനായകൻ കോമക്കുറുപ്പ് ആയിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. സണ്ണി വെയിൻ, സാത്താൻ സേവിയർ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ വാൾട്ടർ ജോസഫ് എന്ന കഥാപാത്രത്തെ കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ധർമ്മജൻ ബോൾഗാട്ടി, സച്ചിൻ ക്ലീറ്റസ്, ക്യാപ്റ്റൻ ക്ലീറ്റസ് ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജാവിൻ്റെ വലത് കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നായരായിട്ടും അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്. ഭഗത് മാനുവലാണെങ്കിൽ കൃഷ്ണൻ മന്ദാരമായിട്ടാണ് അദ്ദേഹം വന്നുകൊണ്ട്. ഇവിടെ അദ്ദേഹം സോൾജിയറാണ്. ഹരികൃഷ്ണൻ ലാലൻ പി കെ ലോലൻ ആയിട്ട് ആണ് വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇവിടെ സോൾജിയറായിട്ട് വരുന്നുണ്ട്. അലിയ ബോൺ ലാറയായിട്ട്, അവരാണ് ഏറ്റവും ഉഗ്രൻ ആയിട്ട് നമ്മളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ഒക്കെ ചെയ്ത നമ്മളെ ആവേശം കൊള്ളിച്ച ഒരു കഥാപാത്രം വില്ലത്തിയാണെങ്കിൽ പോലും. ഇന്ദ്രൻസ് PP ശശിയായിട്ട് വരുന്ന ഇന്ദ്രൻസ് ഇവിടെ ബാബയായിട്ടൊക്കെ വരുന്നുണ്ട്. ബാബ അസംബർ ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ട് വരുന്നുണ്ട്. ആ ഓർഗനൈസേഷൻ ആണ് ഇതെടുക്കാനായിട്ട് ഈ മാണിക്യം, എന്തോ ഒരു മാണിക്യം, മറ്റേ സിനിമകളിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അജു വർഗീസ് പൊന്നപ്പനായിട്ടുണ്ട്. ചാരിയറ്റ് ഈ രാജാവിൻ്റെ രഥം ഓടിക്കുന്ന ആയിട്ടാണ് ആ രാജാപ്പാട്ട് വേഷങ്ങളിൽ വരുന്നത്. രാജ്ഞിയായിട്ട് വരുന്നുണ്ട് ക്യൂൻഡോ. ഈ സിന്ദ്ര മേരിയായിട്ടായിരുന്നല്ലോ പൊന്നപ്പനൊപ്പം ഒളിച്ചുപോയ മേരിയായിട്ടായിരുന്നു സിന്ദ്ര വന്നുകൊണ്ടിരുന്നത്. ഇവിടെ രോഹിണിയായിട്ട് വരുന്നുണ്ട്. സുധി കോപ്പ സോമനാണ്, കഞ്ചാവ് സോമൻ ഈ പാലപ്പടിയിലെ ഒരു വർക്കറായിട്ടാണ് വരുന്നത്. രഞ്ജി പണിക്കർ പന്നിമറ്റത്തിൽ തോമസ് പാപ്പൻ. പൂർവ്വകാലത്തിൽ കഥയിൽ, രാജാപ്പാട്ട് കഥയിൽ രാജാവിൻ്റെ, അതായത് പത്മനാഭൻ തമ്പുരാൻ്റെ, ജയസൂര്യ കൈകാര്യം ചെയ്യുന്ന പത്മനാഭൻ തമ്പുരാൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് വരുന്നു. ബിജുക്കുട്ടൻ, ബാറ്ററി സൈമൺ പാലം പണിയുന്ന ആളായിട്ട് വരുന്നു. നെൽസൺ, ശൂരനാട് നെൽസൺ ഡ്രാഗൺ പൈലി ആയിട്ടാണല്ലോ വരുന്നത്. അദ്ദേഹം ഇവിടെ അസം ഖാൻ്റെ സഹായി
ആയിട്ടാണ് ഇവിടെ വരുന്നത്. അസം ഖാനായിട്ട് വരുന്നത് വിനായകനാണ്. നോബി മർക്കോസ് പോലീസുകാരൻ വില്ലേജറായിട്ടാണ് പാസ്റ്റിൽ വരുന്നത്. നിർമ്മൽ പഴശ്ശി പോലീസുകാരനായിട്ട്. അങ്ങനെ രാജാപ്പാട്ട് കഥയും ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് പറയാനാണ്. ഇങ്ങനെ പറഞ്ഞാലാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയുള്ളൂ. സിനിമ കാണാത്തവർക്കും മനസ്സിലാവണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുകയുള്ളൂ. എന്തിനാണ് ഈ സിനിമയിൽ രാജാപ്പാട്ട് വേഷത്തുകാരെ കൊണ്ടുവന്നത്? ഇതേ അഭിനയങ്ങളെ ഉപയോഗിച്ച് തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു രാജാപ്പാട്ട് വേഷക്കാരെ കൊണ്ടുവന്നത് എന്നതിന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും പറയാൻ സംവിധായകനോ തിരക്കഥാകൃത്തോ കൂടിയ മാനുവൽ മെഥിൻ തോമസിന് സാധിക്കില്ല. ഇത് ഈ സിനിമയിൽ ആട് 3 എന്ന ഈ സിനിമയിൽ പറയത്തക്കതായിട്ടുള്ള ഒരു കഥാനുഭവം നൽകാനായിട്ട് സംവിധായകനും തിരക്കഥാകൃത്തിനും ഒന്നും സാധിക്കാതെ പോകുന്നുണ്ട്. കഥാനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. കഥാനുഭവം ഒരു അനുഭവം തരാനായിട്ട്. തമാശകളില്ല എന്നല്ല പറയുന്നത്. ഈ സിനിമയിൽ തമാശകളുണ്ട്. തമാശകളൊക്കെ യേശുന്നുമുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ സിനിമയുടെ എൻഡിലേക്ക് വരുമ്പോൾ ഒരു അർത്ഥമില്ലാത്ത രീതിയിലുള്ള ഒരവസാനമായി പോയി. പാർട്ട് 2 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ നമ്പർ 1 സംവിധായകനായ മണിരത്നത്തിൻ്റെ PS പൊന്നിയിൻ സെൽവൻ എന്നതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉമാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. പാർട്ട് 1 എന്താണ് പൊന്നിയിൻ സെൽവത്തിൽ കാണിച്ചതെന്ന് നമുക്കറിയാം. അന്തവും കുന്തവും ഇല്ലാതെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ സിനിമ എടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ചോദിക്കാനുള്ളത്. പൊന്നിയിൻ സെൽവത്തേക്കാൾ നല്ല സിനിമയാണ് മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഈ പറയുന്ന ആട് 3 എന്ന ഈ സിനിമ. അത് നമ്മൾ താരതമ്യത്തിന് ആവശ്യമില്ല. താരതമ്യം ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും അവിടെ ഇല്ല. പകരം നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. പി പി ശശി എന്ന കഥാപാത്രം, ഇന്ദ്രൻസ് അവതരിപ്പിച്ച പി ശശി എന്ന കഥാപാത്രത്തിന് വളരെയധികം പ്രോമിനൻസ് ലഭിച്ച ഒരു സിനിമയായിരുന്നു ആട് 2 എന്ന ആ സിനിമ. പക്ഷേ ഇവിടെ വരുമ്പോൾ അതൊരു കെട്ടിക്കാഴ്ച മാത്രമായി മാറിപ്പോകുന്നു. ഇന്ദ്രൻസിൻ്റെ ആ വേഷം കെട്ടും ഒക്കെ ഒരു ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ആയിപ്പോകുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ എടുത്തു പറഞ്ഞ ആ ലേഡി ഉണ്ടല്ലോ, വിദേശ വനിത. ആ വിദേശ വനിത വരുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊരു ഉത്സാഹവും ഒരു എനർജി ലെവലൊക്കെ, നമ്മുടെ ഒരു എനർജി ലെവൽ മാറുകയും നമുക്ക് കൂടുതൽ ആകാംക്ഷഭരിതമായിട്ട് സിനിമയിലേക്ക് ശ്രദ്ധ ഊന്നാനുമായിട്ടും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ വിനായകൻ്റെ കഥാപാത്രം ഈ വിനായകൻ അന്ന് ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞ ആളുടെ മരുമോനാണ് ഇപ്പോൾ ആ കട നടത്തുന്നത്. അവിടെ ഇപ്പോൾ ചക്കാട്ട് വെളിച്ചെണ്ണ എടുക്കുന്ന സ്ഥലത്ത് ഒരു പണിക്കാരനാണ് ഈ സുലൈമാനും പൈലിയും ഒക്കെ അവിടുത്തെ ആൾക്കാരാണ്. ഈ സോമൻ അവിടേക്ക് വന്നിട്ട് ആ പഴയതുപോലെ തന്നെ സോമൻ വന്നിട്ട് ഒരു വലിയ കോളുണ്ട്, ആ കോള് നമുക്ക് നേടണം എന്ന് പറഞ്ഞിട്ടാണ് പാലം പൊളിച്ചു കഴിയുമ്പോൾ ആ പാലത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിധി എന്ത് നിധി, ആ നിധി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. പഴയ സിനിമകളിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഈ സിനിമ നമുക്ക് ആദിമധ്യാന്തം ഈ സിനിമ കണ്ടിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാന വൈഭവം കൊണ്ട് തന്നെയാണ്. പക്ഷേ തിരക്കഥയിലേക്ക് വരുമ്പോൾ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള കാരണം ഇത് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത് നോക്കുക. ജയസൂര്യ ഇങ്ങനെ വാളൊക്കെ ആയിട്ട് വന്നിട്ട് എന്താണ് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അടുത്ത സിനിമയ്ക്ക് അങ്ങനെയല്ല, അടുത്ത സിനിമ എടുത്തോ, അത് പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പോൾ ദൃശ്യം 1ഉം 2ഉം ഒക്കെ വന്നതിന് ദൃശ്യം 3ഉം ഒക്കെ വരാനായിട്ടിരിക്കുകയാണല്ലോ. പക്ഷേ ദൃശ്യം 1ൽ കഥയ്ക്കൊരു എൻഡ് ഉണ്ടായിരുന്നു, ദൃശ്യം 2ൽ കഥയ്ക്കൊരു എൻഡ് ഉണ്ടായിരുന്നു, ദൃശ്യം 3ലും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അതിനെക്കുറിച്ച് വന്നു കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് സംസാരിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു റിവ്യൂവർ, സിനിമ നിരൂപണമല്ല കേട്ടോ, റിവ്യൂവർ എന്താണ് പറയുന്നത്?
അത് നന്നായി, ഇത് ഇൻ്റർവെല്ലിന് ശേഷം അത് അടിപൊളിയാക്കി, ഇത് അടിപൊളിയാക്കി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. മിഥുൻ മാനുവൽ തോമസ് MMT എന്നൊക്കെയുള്ള പേരൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് ആ സോ കോൾഡ് റിവ്യൂവർക്ക്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവും. MMT എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ്, ഇൻ്റർവെല്ലിന് ശേഷം ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇൻ്റർവെല്ലിന് ശേഷമല്ല, ഇൻ്റർവെല്ലിന് മുമ്പും സംവിധാനത്തിൻ്റെ കാര്യത്തിലൊരു കുഴപ്പമുണ്ടായില്ല. ഇൻ്റർവെല്ലിന് മുമ്പും സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഈ ഇൻ്റർവെല്ലിന് ശേഷവും സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. പക്ഷേ ഇൻ്റർവെല്ലിന് മുമ്പും ഇൻ്റർവെല്ലിന് ശേഷവും ആദി മധ്യാന്തം ഈ സിനിമയുടെ തിരക്കഥ പരാജയപ്പെട്ടു പോയ ഒന്നാണ് എന്നാണ് പറയുന്നത്. തിരക്കഥയല്ല, അതിൻ്റെ തീം വർക്കൗട്ട് ചെയ്തതിൽ തിരക്കഥ പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തീം വർക്കൗട്ട് ചെയ്തതിൽ ഒരുപാട് പോരായ്മയുണ്ട്. ലക്ഷ്യബോധമില്ലാതെയായിപ്പോയി, അതാണ് പറ്റിയത്. പൊന്നിയൻ സെൽവത്തിൽ പാർട്ട് 1 കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത് എവിടെയാണ്? ഐശ്വര്യ റായിയുടെ വയസ്സായുള്ള കഥാപാത്രം നീന്തി അങ്ങോട്ട് പോകുന്നു, പുഴയിലൂടെ നീന്തി പോകുന്നു. എന്താണിത്? അങ്ങനത്തെ ആകാംക്ഷയല്ല, അത് വാരികകളിൽ കണ്ടശ പ്രസിദ്ധീകരിക്കുന്ന വാരികകളിലെ ആകാംക്ഷ. അപ്പോൾ ഒരു കറുത്ത കൈ ആ ഭാഗത്തേക്ക് നീണ്ടു വന്നു, അല്ലെങ്കിൽ ബലിഷ്ഠ കാലുകൾ നടന്നു വന്നു. അവിടെയൊക്കെ അങ്ങനെയൊക്കെ വെച്ച് അവസാനിപ്പിക്കുന്ന പരിപാടിയാണല്ലോ അവർക്ക് കണ്ടശ എഴുതുന്ന നോവലിസ്റ്റുകൾക്ക് ഉള്ളത്. ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ്. പക്ഷേ സിനിമയെ സംബന്ധിച്ച് അത് അഭികാമ്യമല്ല എന്ന് തോന്നുന്നില്ല എന്നല്ല പറയുന്നത്, അഭികാമ്യമല്ല. കാരണം അങ്ങനെയല്ല അത് അവസാനിപ്പിക്കേണ്ടത്. മനുഷ്യൻ്റെ ആകാംക്ഷ അടുത്ത വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. വാരികയിലാണെങ്കിൽ അത് അടുത്ത ആഴ്ച വരെയെങ്കിലും നീണ്ടു നിൽക്കുന്നു വയ്ക്കാം. അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇത്തരം കുഴപ്പങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. എന്നാൽ തന്നെയും സംവിധാനത്തിൻ്റെ മികവ് കൊണ്ട് നമുക്ക് ഈ സിനിമ ആദിമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെ ആണ് എന്ന് പറയാം.